വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്ന പോലെ പ്രധാനമന്ത്രിക്ക് പറ്റിയ കൂട്ടാണ് കേരളത്തിൽ ഉള്ളതെന്ന് കെ മുരളീധരൻ. ക്ഷീരമേഖലയിൽ ഉൽപാദന നഷ്ടം വരുത്തുന്ന കുളമ്പ് രോഗത്തെ 2030 നിർമ്മാർജ്ജനം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. PV അൻവറിനെ സഹകരിപ്പിക്കാൻ UDF നേതൃയോഗത്തിൽ തീരുമാനം. കോഴിക്കോട് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. രാജ്യം സുൽത്താനേറ്റ് ഓഫ് ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് സുഭാഷ് ചന്ദ്രൻ. രാമനാട്ടുകരയിൽ 2 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തി. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്ന പോലെ പ്രധാനമന്ത്രിക്ക് പറ്റിയ കൂട്ടാണ് കേരളത്തിൽ ഉള്ളതെന്ന് കെ മുരളീധരൻ. വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് 2 പേർക്കും കിട്ടാൻ പോകുന്നില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. അപ്പോ എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കി ഈ കാര്യത്തിൽ 2 പേരും ഒരേ തൂവൽ പക്ഷിയാണ്. ഞാൻ പറഞ്ഞല്ലേ, ഈനാമ്പേച്ചിക്ക് കൂട്ട് മരപ്പട്ടി എന്ന് പറഞ്ഞ പോലെ പ്രധാനമന്ത്രിക്ക് പറ്റിയ മുഖ്യമന്ത്രി. എനിക്ക് തോന്നുന്നു ഇത്രയും കോമ്പിനേഷൻ BJPക്ക് പോലും ഒരു സ്റ്റേറ്റിൽ കിട്ടും. യോഗി ആദിത്യനാഥ് പോലും മോഡിക്ക് മാച്ചാവില്ല. പക്ഷെ ഇവിടെ നല്ല മാച്ചാണ്. അപ്പോൾ ഇതുകൊണ്ടൊന്നും ഈ 2 പേർക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് കിട്ടാൻ പോകും. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ റിയാക്ഷൻ ജനങ്ങളുടെ ഭാഗത്ത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്ഷീരമേഖലയിൽ ഉൽപാദന നഷ്ടം വരുത്തുന്ന കുളമ്പ് രോഗത്തെ 2030 നിർമ്മാർജ്ജനം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. 6ാം ഘട്ട കുളമ്പ് രോഗ പ്രതിരോധ യജ്ഞത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 6ാം ഘട്ട കുളമ്പ് രോഗ പ്രതിരോധ യജ്ഞത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ 6ാം ഘട്ടം മെയ് 2 മുതൽ 23 വരെ 18 പ്രവൃത്തി ദിനങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പിന്റെ വാക്സിനേഷൻ സ്ക്വാഡ് വീടുകളിലെത്തി പശുക്കൾക്കും എരുമകൾക്കും സൗജന്യമായി വാക്സിൻ നൽകും. മൃഗസംരക്ഷണ വകുപ്പിനൊപ്പം ക്ഷീരവികസന വകുപ്പ്, ക്ഷീരസംഘങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് സർക്കാർ സംവിധാനങ്ങൾ തുടങ്ങിയവ ഊർജിത പ്രതിരോധ യജ്ഞത്തിന്റെ ഭാഗമായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമുക്കറിയാം, അത് കൃത്യതയോടുകൂടി കൊടുത്താൽ 2030 നമുക്ക് ഈ കുളമ്പ് രോഗമില്ലാത്ത ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ പ്രഖ്യാപിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 2030 നമുക്ക് കുളമ്പ് രോഗ നിർമ്മാർജ്ജനം നടത്തിയ ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ നമുക്ക് മാറ്റാൻ കഴിയും. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തിൽ ഒരുപാട് രോഗങ്ങളൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ അന്യ സംസ്ഥാനത്ത് നിന്നാണ് മിക്കവാറും സ്കീമുകളിൽ മുഴുവൻ അന്യ സംസ്ഥാനത്തെ പശുക്കളെയാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ആ കൊണ്ടുവരുന്ന പശുക്കൾക്കുണ്ടാകുന്ന അസുഖം മുഴുവൻ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന മറ്റുള്ള പശുക്കൾക്കും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുളമ്പ് രോഗം ഇത്രയധികം കേരളത്തിൽ വ്യാപിപ്പിക്കുവാൻ. ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മൃഗസംരക്ഷണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ കെ സിന്ധു പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ്, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ വി ഗീത, ഡോക്ടർ അംബിക രാജൻ നമ്പ്യാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. PV അൻവറിനെ സഹകരിപ്പിക്കാൻ UDF നേതൃയോഗത്തിൽ തീരുമാനം. കോഴിക്കോട് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഏത് വിധത്തിലാവണം സഹകരണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തി.
നിലമ്പൂരിലെ മുൻ LDF MLA PV അൻവറിനെ സഹകരിപ്പിക്കാൻ UDF നേതൃയോഗത്തിൽ തീരുമാനം. ഏതു വിധത്തിലാവണം സഹകരണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനെ യോഗം ചുമതലപ്പെടുത്തി. കോൺഗ്രസ് ഹൈക്കമാൻഡുമായും UDF ഘടകകക്ഷി നേതാക്കളുമായും അൻവറുമായും ചർച്ച നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കാനാണ് ധാരണ. അൻവറിന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെ UDFൽ ഘടകകക്ഷിയാക്കാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അൻവറിനെ ഏതു വിധത്തിലാണ് മുന്നണിയുമായി സഹകരിപ്പിക്കാൻ ആവുക എന്ന് കോഴിക്കോട് DCCയിൽ ചേർന്ന UDF യോഗം ചർച്ച ചെയ്തത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അൻവറുമായി ചർച്ച നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് കോഴിക്കോട് ചേർന്ന UDF യോഗം ഈ വിഷയം പരിഗണിച്ചത്. VD സതീശൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ, PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, MM ഹസൻ, CP ജോൺ, മോൻസ് ജോസഫ്, AN രാജൻ ബാബു, ജോയ് എബ്രഹാം, മാണി C കാപ്പൻ തുടങ്ങിയവർ നേതൃയോഗത്തിൽ പങ്കെടുത്തു. മാറിയ സാഹചര്യത്തിൽ പിണറായിസത്തിനെതിരായ അൻവറിന്റെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നതിനാലാണ് അദ്ദേഹത്തെ മുന്നണിയുമായി സഹകരിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചതെന്ന് ചോദ്യത്തിന് മറുപടിയായി UDF കൺവീനർ MM ഹസൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാജ്യം സുൽത്താനേറ്റ് ഓഫ് ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് സുഭാഷ് ചന്ദ്രൻ. കാലിക്കറ്റ് പ്രസ് ക്ലബിന് കീഴിലെ ICJ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ രാജ്യം എന്ന വിളിപ്പേരുണ്ടെങ്കിലും ഇന്ത്യ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന തിരിച്ചറിവ് മാധ്യമ പ്രവർത്തനത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണമെന്ന് പ്രമുഖ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ. സുൽത്താനേറ്റ് ഓഫ് ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യത്ത് മാധ്യമ പ്രവർത്തനം ഏറെ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാലിക്കറ്റ് പ്രസ് ക്ലബിന് കീഴിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുഭാഷ് ചന്ദ്രൻ. തൂലിക പടവാളാക്കിയ എഴുത്തിന്റെ പേരിൽ നാടുകടത്തപ്പെട്ട പഴയ കാലത്തെ ഒരുപാട് പത്രപ്രവർത്തകരെ ഓർത്തുകൊണ്ട് അതേ അഭിമാനബോധത്തോടെ മാധ്യമപ്രവർത്തനത്തിൽ തുടരാനാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം. സമൂഹത്തിൽ നടക്കുന്ന പലതിനെയും ലോകസമക്ഷം അവതരിക്കുവാനുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ മാത്രമേ മാധ്യമ പ്രവർത്തനം സാധ്യമാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യം മുഴുവൻ വിധി കൽപ്പിക്കപ്പെട്ട പഴയകാലത്തെ ഒരുപാട് എഴുത്തുകാരെ, പത്രപ്രവർത്തകരെ പറ്റി ഓർത്തുകൊണ്ട് നമുക്കിന്ന് അതേ അഭിമാന ബോധത്തോടെ പത്രപ്രവർത്തനത്തിൽ തുടരാൻ കാലെടുത്ത് വയ്ക്കുവാൻ സാധിക്കുമോ എന്ന് സത്യസന്ധമായിട്ട് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും വലിയ പത്ര മാധ്യമ സ്ഥാപനങ്ങളിലെല്ലാം അത്തരമൊരു അവസ്ഥ സംജാതമായി കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഒരു കാലത്തിന്റെ തിരിച്ചറിവാണ്. പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ICJ ഡയറക്ടർ VE ബാലകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മലയാള മനോരമ സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ രാധാകൃഷ്ണൻ, ചന്ദ്രിക എഡിറ്റർ കമാൽ വരദൂർ, KUWJ സംസ്ഥാന കമ്മിറ്റി അംഗം M ഫിറോസ് ഖാൻ, പ്രസ് ക്ലബ് സെക്രട്ടറി PK സജിത്ത്, ജോയിന്റ് സെക്രട്ടറി O സയ്യിദ് അലി ശിഹാബ്, ഒന്നാം റാങ്ക് ജേതാവ് തോമസ് ജേക്കബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൗതുക കാഴ്ചകളുമായി സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ഇതാ നിങ്ങളിലേക്ക്. ഫറോക്ക് മല്ലിക തിയേറ്ററിന് സമീപമുള്ള മലബാർ ടൈൽസ് ഗ്രൗണ്ടിലെ പ്രദർശനത്തിൽ ടണൽ അക്വേറിയം, കാശ്മീർ താഴ്വാരം, ജംഗിൾ, വിദേശ അലങ്കാര പക്ഷികൾ, ഓമന മൃഗങ്ങൾ, അമ്യൂസ്മെന്റ് പാർക്ക്, കുതിര സവാരി, ഒട്ടക സവാരി എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ദിവസവും വൈകിട്ട് 4 മണി മുതൽ 9:30 വരെയാണ് പ്രദർശനം. ജീവകാരുണ്യ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനായി നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ സംഘടിപ്പിച്ചത്.
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. രാമനാട്ടുകരയിൽ 2 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തി. തൊഴിലാളികൾ കാട് വെട്ടിത്തെളിക്കുന്നതിനിടെയാണ് കഞ്ചാവ് കണ്ടെത്തിയത്. തൊഴിലാളികൾ കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് 2 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തി. രാമനാട്ടുകര ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് കെയർവെൽ ഹോസ്പിറ്റലിന്റെ പിൻവശമായ ചെല്ലിപ്പാടം ഗ്രൗണ്ടിനടുത്ത് കഴിഞ്ഞ ദിവസം രാവിലെ കാട് വെട്ടുന്നതിനിടെയാണ് കഞ്ചാവ് കണ്ടെത്തിയത്. തുടർന്ന് ഉടമസ്ഥർ ഫറോക്ക് പോലീസിനെ വിവരം അറിയിച്ചു. സെലോ ടാപ്പ് ഉപയോഗിച്ച് കടലാസ് പെട്ടിയിൽ ഭദ്രമായി പാക്ക് ചെയ്ത നിലയിലായിരുന്നു കഞ്ചാവ്. പെരുങ്കാടാ. പക്ഷെ ആ കാടിനുള്ളിൽ ചെറുതായിട്ട് ഉള്ളുകൂടി ആൾക്ക് പോകാത്ത ചെറിയൊരു വഴിയുണ്ട്. ആരും ശ്രദ്ധിക്കില്ല, അങ്ങനെ വഴിയുള്ളത്. ഞാൻ കാട് വെട്ടി ചെന്നപ്പോഴാണ് ഈ ഇത് കാണുന്നത്, വഴി കാണുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഈ സാറൊക്കെ ഉള്ളത്. മുകളിൽ ഫുള്ള് കാടുവാണ്. പോലീസ് പരിശോധന ഭയന്ന് കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചതോ വിൽപ്പനയ്ക്കായി ഒളിപ്പിച്ചു വെച്ചതോ ആവാമെന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നു. ന്യൂസ് ബ്യൂറോ, രാമനാട്ടുകര. എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ വിളംബരമായി നഗരത്തിൽ സ്കേറ്റിംഗ് പ്രദർശനം. സ്കേറ്റിംഗ് പ്രദർശനം സൗത്ത് ബീച്ചിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ മെയ് 3 മുതൽ 12 വരെ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് വിളംബരമായി സ്കേറ്റിംഗ് പ്രദർശനം നടത്തി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രദർശനം. വൈകിട്ട് 4-ന് സൗത്ത് ബീച്ചിൽ നിന്നും ആരംഭിച്ച സ്കേറ്റിംഗ് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ റോയ് ജോൺ, ജില്ലാ സ്പോർട്സ് ഓഫീസർ KP ബിനീഷ് കുമാർ, സംസ്ഥാന ഹോക്കി ചീഫ് മുഹമ്മദ് യാസർ, അസിസ്റ്റന്റ് എഡിറ്റർ സൗമ്യ ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. LP തലം മുതലുള്ള 60ഓളം വിദ്യാർത്ഥികൾ സ്കേറ്റിംഗ് പ്രദർശനത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ നഗരജനകീയ ആരോഗ്യ കേന്ദ്രം ഈസ്റ്റ് ഹിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ പ്രവർത്തനം ആരംഭിച്ചു. പ്രദേശത്തുള്ളവർക്ക് സൗജന്യമായി പ്രാഥമിക ആരോഗ്യ പരിചരണം ലഭിക്കുന്ന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ 70-ാം വാർഡിൽ ഈസ്റ്റ് ഹിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പ്രദേശത്തെ ജനങ്ങളുടെ പ്രാഥമികമായ ആരോഗ്യ പരിപാലനം ലക്ഷ്യമിട്ടാണ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ആരംഭിച്ചത്. ഈസ്റ്റ് ഹിൽ PNT ക്വാർട്ടേഴ്സിന് സമീപം മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് അധ്യക്ഷനായിരുന്നു. ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. MLA തോട്ടത്തിൽ രവീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോർപ്പറേഷൻ കൗൺസിലർമാരായ N ശിവപ്രസാദ്, വരുൺ ഭാസ്കർ, MN പ്രവീൺ, കോർപ്പറേഷൻ സെക്രട്ടറി KU ബിനി, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ VR രാജു, TK രത്നാകരൻ, PP ഷീജ, V പ്രേമചന്ദ്രൻ പിള്ള എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് ശിവദാസൻ പീടികക്കണ്ടി, ശ്രീകുമാർ തട്ടാരിയിൽ, സോജിന P എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും കിച്ചൺ അപ്ലയൻസസിന്റെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കളക്ഷനുമായി നടക്കാവിൽ മൈജി ഫ്യൂച്ചർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ പർച്ചേസുകൾക്കും മികച്ച ഓഫറുകളും മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവും എന്ന നിങ്ങളുടെ ആഗ്രഹം ഇനി നടക്കാവിൽ നടക്കും. നടക്കാവിൽ ഒരു പുതിയ മൈജി സ്റ്റോർ വന്നിരിക്കുകയാണ്. മൈജിയുടെ വിജയങ്ങളുടെ യാത്ര തുടരുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നടക്കാവ് മൈജി ഫ്യൂച്ചറിലെത്തൂ. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പ്രോഡക്ട്സ് സ്വന്തമാക്കൂ. നടക്കാവിൽ ഇനി എല്ലാം നടക്കും. മൈജി ഫ്യൂച്ചർ നടക്കാവിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ഭജനോത്സവം ആരംഭിച്ചു.
തളി സദ്ഗുരു ദിവ്യനാമ ഭജന സംഘത്തിന്റെ വാർഷികത്തിന്റെ ഭാഗമായാണ് ഭജനോത്സവം നടക്കുന്നത്. കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഭജന സംഘങ്ങൾ കീർത്തനങ്ങൾ ആലപിച്ചു. തളി സദ്ഗുരു ദിവ്യനാമ ഭജന സംഘം രൂപീകൃതമായി 58 വർഷം പിന്നിട്ട വേളയോടനുബന്ധിച്ചാണ് കോഴിക്കോട് ഭജനോത്സവം സംഘടിപ്പിക്കുന്നത്. ഭജന സംഘത്തിന്റെ അമരക്കാരായിരുന്ന PS ഭരതയ്യർ, KH വിശ്വനാഥയ്യർ, MN ബാലകൃഷ്ണൻ, R പത്മനാഭ വാദ്യർ എന്നിവരുടെ സ്മരണയ്ക്കായാണ് ഭജനോത്സവം നടത്തുന്നത്. ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ചെന്നൈ സ്വാഗതാനന്ദ ഭാഗവതരുടെ ജയദേവ അഷ്ടപതിയോടെ ഭജനോത്സവം ആരംഭിച്ചു. തുടർന്ന് രാജിയും സംഘവും അവതരിപ്പിച്ച ഭജൻസ്, അഞ്ചുമൂർത്തി മംഗലം വെങ്കിട സുബ്രഹ്മണ്യ ഭാഗവതരും സംഘവും അവതരിപ്പിച്ച സാമ്പ്രദായ ഭജന, പാലക്കാട് ആലമ്പളം ശ്രുതി കൈലാസം സംഘവും അവതരിപ്പിച്ച അഭംഗ് ഭജൻസ് എന്നിവയും അരങ്ങിലെത്തി. പഞ്ചരത്ന കീർത്തനാലാപനം, ലളിതശ്രീ കൃഷ്ണമൂർത്തി എന്നിവർ അവതരിപ്പിച്ച ജയദേവ അഷ്ടപതി, സുന്ദരേശ്വരനും സംഘവും അവതരിപ്പിച്ച ഭജൻസ്, ഭക്തമീര ഭജനമണ്ഡലിയുടെ കൃഷ്ണലീല, പാലക്കാട് പഴയ കൽപ്പാത്തി CR ലക്ഷ്മി നാരായണ ഭാഗവതരും സംഘവും അവതരിപ്പിച്ച നാമസങ്കീർത്തനം എന്നിവയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൗതുക കാഴ്ചകളുമായി സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ജനശ്രദ്ധ നേടുന്നു. ഫറോക്ക് മല്ലിക തിയേറ്ററിന് സമീപം മലബാർ ടൈൽസ് ഗ്രൗണ്ടിലാണ് പ്രദർശനം നടക്കുന്നത്. എക്സ്പോ മെയ് 4 സമാപിക്കും. ടണൽ അക്വേറിയം, കാശ്മീർ താഴ്വാരം, ജംഗിൾ, വിദേശ അലങ്കാര പക്ഷികൾ, ഓമനമൃഗങ്ങൾ, ഫുഡ് കോർട്ട്, വിപണന സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ് പാർക്ക്, കുതിരസവാരി, ഒട്ടക സവാരി എന്നിവ സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. അവധിക്കാലം ആഘോഷമാക്കി മാറ്റാൻ സംഘാടകർ ഒരുക്കിയ കാശ്മീർ താഴ്വാരവും പക്ഷികൾ പാറിപ്പറക്കുന്ന ജംഗിളും വൈറ്റ് ഹൗസ് കവാടവും ഏറെ ജനശ്രദ്ധ ആകർഷിക്കുന്നു. ഇത് വളരെ ഉഷാറായിട്ടുണ്ട്. ചെറിയൊരു കോസ്റ്റിൽ ഇത്ര നല്ലൊരു ഭംഗിയായിട്ട് ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വെരി നൈസ്. കുട്ടികൾക്ക് വളരെ ത്രില്ലിംഗ് ആയിരുന്നു. സൂപ്പറായിരുന്നു. അടിപൊളിയായ പരിപാടിയായിരുന്നു. പിള്ളേർക്കൊക്കെ നല്ല സന്തോഷമായിരുന്നു. ദിവസവും വൈകിട്ട് 4 മണി മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനം. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. സംഗീത ആസ്വാദക കൂട്ടായ്മ ഗായകൻ ഉസ്മാൻ കോഴിക്കോടിന് ആദരമൊരുക്കി. സംവിധായകൻ സുനിൽ ഉപഹാരം സമർപ്പിച്ചു. തുടർന്ന് ഏക് ഷാം ഉസ്മാൻ കെ നാം എന്ന സംഗീത സന്ധ്യ അരങ്ങേറി. സംഗീത ലോകത്ത് 40 വർഷം പിന്നിട്ട ഉസ്മാൻ കോഴിക്കോടിനെ ജില്ലയിലെ സംഗീത ആസ്വാദക കൂട്ടായ്മയായ ജില്ലാ മ്യൂസിക് ലവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. മുഹമ്മദ് റഫിയുടെ ഗാനങ്ങളിലൂടെ ശ്രദ്ധേയനാണ് ഉസ്മാൻ കോഴിക്കോട്. സംവിധായകൻ സുനിൽ ഉപഹാരം സമ്മാനിച്ചു. അസോസിയേഷൻ ചെയർമാൻ PT സുബൈർ അധ്യക്ഷത വഹിച്ചു. K സലാം, R ജയന്തകുമാർ, TPM ഹാഷിർ അലി, PP അബ്ദുള്ള കോയ, നടൻ അപ്പുണ്ണി ശശി, നടി വേദ സുനിൽ, ഉസ്മാൻ കോഴിക്കോട് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഏക് ഷാം ഉസ്മാൻ കെ നാം എന്ന പേരിൽ സംഗീത സന്ധ്യ അരങ്ങേറി. ഉസ്മാൻ കോഴിക്കോട്, നയൻ ജെ ഷാം, മെഹറോഫ് കാലിക്കറ്റ്, ജിഷ ഉമേഷ്, അനൂന മൻസൂർ, MC ശുഭ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. പപ്പൻ കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ ഹരിദാസ്, ജോയ്, സന്തോഷ്, സോമൻ,
അസീസ് എന്നിവരായിരുന്നു ഓർക്കസ്ട്ര ടീമിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. അയൽപക്കവേദി കുതിരവട്ടം സൗത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷം ഏപ്രിൽ 26 ശനിയാഴ്ച വൈകിട്ട് അയൽപക്കവേദി പരിസരത്ത് വെച്ച് നടന്നു. ചടങ്ങ് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ M. ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും പ്രമുഖ നാടക സിനിമാ പ്രവർത്തകനുമായ A. രത്നാകരൻ പങ്കെടുത്തു. അയൽപക്കവേദി ജോയിന്റ് സെക്രട്ടറി AK വാസുദേവൻ സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് TC പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാബു കുട്ടാക്കിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വീഡിയോ സ്റ്റോറി പ്രകാശന കർമ്മം കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ P. ദിവാകരൻ നിർവഹിച്ചു. കൗൺസിലർമാരായ T. റെനീഷ്, MC. അനിൽകുമാർ എന്നിവർ കലാകായിക മത്സരങ്ങളിൽ വിജയികൾ ആയവർക്ക് സമ്മാനം വിതരണം ചെയ്തു. അയൽപക്കവേദി വൈസ് പ്രസിഡന്റ് AK രമേഷ് ബാബു നന്ദി പ്രകാശിപ്പിച്ചു. ചടങ്ങിൽ ട്രഷറർ അനീഷ് VT, വനിതാ വിഭാഗം സെക്രട്ടറി സിന്ധു സേതുമാധവൻ, യൂത്ത് വിംഗ് വിഭാഗം പ്രസിഡന്റ് ശ്രേയസ് നടുക്കണ്ടി എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് അയൽപക്കവേദി കലാകാരന്മാരുടെ കലാപരിപാടികളും കരോക്കെ ഗാനമേളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്ന പോലെ പ്രധാനമന്ത്രിക്ക് പറ്റിയ കൂട്ടാണ് കേരളത്തിൽ ഉള്ളതെന്ന് K. മുരളീധരൻ. ക്ഷീരമേഖലയിൽ ഉൽപാദന നഷ്ടം വരുത്തുന്ന കുളമ്പ് രോഗത്തെ 2030 നിർമ്മാർജ്ജനം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി. PV അൻവറിനെ സഹകരിപ്പിക്കാൻ UDF നേതൃയോഗത്തിൽ തീരുമാനം. കോഴിക്കോട് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. രാജ്യം സുൽത്താനേറ്റ് ഓഫ് ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് സുഭാഷ് ചന്ദ്രൻ. രാമനാട്ടുകരയിൽ 2 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.